വളരെ ഗൗരവത്തോടെ ലോകം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ജെൻഡർ പാരിറ്റി, ലിംഗ സമത്വം. വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്, വാദോരാത് പ്രസംഗിക്കുന്നുണ്ട്. അത് ആധുനിക സമൂഹത്തിൻ്റെ ഒരാവശ്യമാണെന്ന് തോന്നിത്തുടങ്ങിയിട്ടുണ്ട്. പുരോഗതിയുടെ ഭാഗമായി ഇതിനെ കാണുന്നുണ്ട്. സാമൂഹ്യ നീതിയുടെ അടിസ്ഥാനത്തിലാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജെൻഡർ പാരിറ്റിയെക്കുറിച്ച് ഇന്ന് ചില കാര്യങ്ങൾ പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യ ജെൻഡർ പാരിറ്റിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ വരും, ഇന്ത്യയുടെ സ്ഥിതി എന്താണ്? 148 രാജ്യങ്ങൾ എടുത്താൽ നമ്മുടെ രാജ്യത്തിന് ജെൻഡർ പാരിറ്റിയുടെ കാര്യത്തിൽ 131 സ്ഥാനമാണ്. എത്ര ദയനീയമാണ്! നമുക്കിവിടെ ജനാധിപത്യമുണ്ട്, ജനാധിപത്യ വ്യവസ്ഥിതിയാണ്, സോഷ്യലിസത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട്, മറ്റ് ചില പ്രിൻസിപ്പിൾസൊക്കെ ഉയർത്തിപ്പിടിക്കാറുണ്ട്, ഭരണഘടന പ്രിയാമ്പിളെക്കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. പക്ഷേ ജെൻഡർ പാരിറ്റിയുടെ കാര്യത്തിലുള്ള യാഥാർത്ഥ്യം എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. 131 സ്ഥാനമാണ് 148 രാജ്യങ്ങളുടെ ഒരു ടോട്ടൽ പരിഗണന നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ കാണുന്നത്. റാങ്ക് നമ്പർ 131. എന്നാൽ മറ്റു ചില രാജ്യങ്ങളെ നമ്മളെക്കാളും അത്ര പുരോഗതിയില്ല, നമ്മുടെ അത്രയും തന്നെ പുരോഗതിയില്ല എന്ന് കരുതുന്ന പല രാജ്യങ്ങളും നമ്മളെക്കാൾ എത്രയോ മുമ്പിലാണെന്നറിയാമോ? ഏഷ്യയിലെ ബെസ്റ്റ് പെർഫോമർ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ജെൻഡർ പാരിറ്റിയുടെ കാര്യത്തിലെ ബെസ്റ്റ് പെർഫോമർ ബംഗ്ലാദേശാണ്. റാങ്ക് നമ്പർ 21. ഇന്ത്യയുടെ റാങ്ക് 131 ബംഗ്ലാദേശിൻ്റെ നമ്പർ 21. എന്തൊരു വ്യത്യാസമാണിത്! ബംഗ്ലാദേശിനെ കുറിച്ച് നമ്മുടെ ധാരണ എന്താ? ആ ധാരണകളൊക്കെ കടത്തി വിട്ടുന്ന ഒരു റാങ്കിങ് അല്ലേ ഇപ്പോൾ, റേറ്റിംഗ് അല്ലേ ഇപ്പം കിട്ടിയിരിക്കുന്നത് ബംഗ്ലാദേശിനെ. ഒറ്റ ചാട്ടത്തിനാണ് 75 പൊസിഷൻസ് ചാടിക്കയറിയത്. 75 പൊസിഷൻസാണ് അവർ ചാടിക്കയറി. ഒറ്റ ചാട്ടത്തിന് 21 സ്ഥാനത്തെത്തി. അപ്പോൾ അത് സാധ്യമാണ്. വെസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് സൗത്ത് ഏഷ്യയിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഏഷ്യയിലെ തന്നെ ബെസ്റ്റ് പെർഫോമൻസിൽ 1 ബംഗ്ലാദേശിൻ്റെ 1 ബംഗ്ലാദേശിൻ്റെ തന്നെയാണ് ബെസ്റ്റ്. ഞാൻ ചില രാജ്യങ്ങളുടെ സ്ഥിതി എടുത്താൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ഒന്നുകൂടെ വ്യക്തമാകും. 1 സ്ഥാനം ആർക്കാണെന്നറിയാം? ജെൻഡർ പാരിറ്റിയുടെ കാര്യത്തിൽ 1 സ്ഥാനം നോറിക് കൺട്രീസിനാണ് പോകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഹാപ്പിനെസ്സിൻ്റെ കാര്യം എടുത്തപ്പോൾ ഇത് തന്നെ പറഞ്ഞു. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന നോറിക് കൺട്രീസ് ഇത്തരം കാര്യങ്ങളിലൊക്കെ മുന്നിട്ട് നിൽക്കുകയാണ്. ചെറിയ ചെറിയ രാജ്യങ്ങളാണ്. ഈ നോറിക് കൺട്രീസാണ് ഇതിന് മുന്നിൽ നിൽക്കുന്നത്. ആദ്യത്തെ 3 സ്ഥാനം എടുത്തിയാൽ കാണാം. ആദ്യത്തെ 3 സ്ഥാനങ്ങൾ അവർക്കുള്ളതാണ്. ജെൻഡർ പാരിറ്റിയുടെ കാര്യത്തിൽ 1 സ്ഥാനം കിട്ടിയിരിക്കുന്നത് ഐസ്ലാൻഡ്. പലരും കേട്ടിട്ട് പോലില്ല. ഐസ്ലാൻഡ്. 2 സ്ഥാനം ഫിൻലൻഡ് എപ്പോഴും വരുമല്ലോ. ഹാപ്പിനെസ്സിൻ്റെ കാര്യത്തിൽ 1 സ്ഥാനത്താണ് ഫിൻലൻഡാണ്. 3 സ്ഥാനം നോർവേ.
ഇതെല്ലാം നോർഡിക് കൺട്രീസാണ്. അവസാനം പറഞ്ഞ 2-3 സ്ഥാനം നിൽക്കുന്നവരെ സ്കാൻഡിനേവിയൻ കൾച്ചർ തന്നെ പെടുന്നു. 4-ാം സ്ഥാനത്ത് UK ഉണ്ട്, 5-ാം സ്ഥാനത്ത് ന്യൂസിലൻഡ് ഉണ്ട്. ഞാൻ എല്ലാ സ്ഥാനങ്ങളെക്കുറിച്ചൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെയാണ് പല രാജ്യങ്ങളുടെയും സ്ഥിതി. അവിടെയാണ് നമ്മുടെ രാജ്യത്തിന് 121-ാം സ്ഥാനം. ഞാൻ എന്തിനാ ഈ വിഷയം എടുത്തതെന്ന് ചോദിച്ചാൽ, നമ്മുടെ പറച്ചിലും പ്രവൃത്തിയും തമ്മിൽ വലിയ ബന്ധം കാണുന്നില്ല. നമ്മൾ വാദോരാത് സോഷ്യലിസവും സോഷ്യൽ ജസ്റ്റിസും ഒക്കെ സംസാരിക്കുന്നവരാണ്. പക്ഷേ ജെൻഡർ പാരിറ്റിയുടെ കാര്യത്തിൽ പിന്നോക്കമാണ് നമ്മൾ. നമ്മുടെ നാട്ടിൽ എന്താ നടക്കുന്നത്? യഥാർത്ഥത്തിൽ ജെൻഡറിൻ്റെ പേര് പറഞ്ഞ് ആക്ഷേപിക്കില്ലേ? ബോഡി ഷെയ്മിങ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. കറുത്ത പെൺകുട്ടികളെ ആക്ഷേപിച്ച് സംസാരിക്കുന്നു. കേരളത്തിലെ ചീഫ് സെക്രട്ടറിയെ പോലും ആയിരുന്ന ഒരു വനിതയെ ആക്ഷേപിച്ചത് നിറത്തിൻ്റെ പേര് പറഞ്ഞാണ്, ജാതിയുടെ പേര് പറഞ്ഞാണ്. ഇതൊക്കെ നമ്മുടെ ഈ ഫീമെയിൽ ജെൻഡറിനോട് നമ്മൾ ചെയ്യുന്ന അനീതികളാണ്. ബോഡി ഷെയ്മിങ്, ഈ ടീസിങ് ഇപ്പോഴും നടക്കുന്നുണ്ട്. പൂവാലശല്യം ധാരാളം നടക്കുന്നുണ്ട്. പോലീസിനൊന്നും വേണ്ട രീതിയിൽ ഇടപെടാൻ പറ്റുന്നില്ല. മോറൽ പോലീസിങ് നടക്കുന്നുണ്ട്. മോബ് ട്രയൽ നടക്കുന്നുണ്ട്, കില്ലിങ് നടക്കുന്നുണ്ട്. സദാചാര പോലീസ് എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുമെങ്കിലും എന്തിനെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടുന്നു എന്ന് നമ്മൾ ചിന്തിക്കണ്ടേ? അടുത്ത സമയത്ത് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. അവളെ കൊല്ലുകയല്ലേ ഇത്? യഥാർത്ഥത്തിൽ ഒരു മോറൽ പോലീസിങ് ആണ് അവിടെ നടന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾക്കൂട്ട കൊലയെന്ന് വേണമെങ്കിൽ പറയാം. 10 പേര് നിന്ന് ആക്ഷേപിച്ച് കൊല്ലുക എന്ന് പറഞ്ഞാൽ, ജീവിക്കാൻ കഴിയാത്ത രീതിയിലാക്കി തീർക്കുക എന്ന് പറഞ്ഞാൽ, തന്നെക്കുറിച്ച് തന്നെ ഒരു അഭിമാനമില്ലാത്ത അവസ്ഥയിൽ വരുമ്പോൾ ആത്മഹത്യ ചെയ്യുക. ഇങ്ങനെയുള്ള അവസ്ഥയിലേക്കാണ് നമ്മുടെ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ഇതുപോലൊരു സ്റ്റേറ്റ് വിദ്യാഭ്യാസത്തിലൊക്കെ വളരെ മുന്നിൽ നിൽക്കുന്നവരാ പല കാര്യങ്ങളിലും. പക്ഷേ ആൾക്കൂട്ട കൊലപാതകം നടക്കുന്നു, മോറൽ പോലീസിങ് നടക്കുന്നു, ബോഡി ഷേമിങ് നടത്തുന്നു. ഇതെല്ലാം നമ്മുടെ പാരിറ്റിക്ക് തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങളാണ്. സോഷ്യൽ ജസ്റ്റിസ് പറഞ്ഞു പോയിട്ട് കാര്യമില്ല, അത് നടപ്പാക്കാൻ കഴിയണം. എന്തുകൊണ്ടാണ് മുമ്പേ പറഞ്ഞ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ, നോർഡിക് കൺട്രീസിലെ ഹാപ്പിനെസ്സിൻ്റെ കാര്യത്തിലും ജെൻഡർ പാരിറ്റിയുടെ കാര്യത്തിലൊക്കെ അവർക്ക് മുന്നിൽ നിൽക്കാൻ കഴിയുന്നത് 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആ രാജ്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഒന്ന്, പൊളിറ്റിക്കൽ എംപവർമെൻറ്റ് വളരെ പ്രധാനമാണ്. പൊളിറ്റിക്കൽ വിമൻ എംപവർമെൻറ്റ് വളരെ പ്രധാനം. നമ്മുടെ രാജ്യത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നും പാർലമെൻറ്റിലേക്ക് നോക്കൂ, എത്ര MP-മാർ നമുക്കുണ്ട്. 3-1 വരണ്ടേ? ഇല്ല. പഞ്ചായത്തുകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുമൊക്കെ അത് നടപ്പാക്കിയെന്ന് അഭിമാനം കൊള്ളുന്ന നമ്മൾ നിയമസഭയുടെ കാര്യത്തിൽ വരുമ്പോൾ, പാർലമെൻറ്റിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ, പരമാധികാര സഭകളുടെ കാര്യങ്ങളൊക്കെ വരുമ്പോഴേ അവിടെ ഒരു മെയിൽ ഷവനിസമാണ് കാണുന്നത്. പുരുഷൻ്റെ ഒരു മേധാവിത്വമാണ് കാണുന്നത്. അതാണ് പാർലമെൻറ്റിലെ സ്ഥിതി. ഇവിടെ 3-1, നിയമസഭയിൽ ഇവിടെ 3-1. അവ കുറച്ചുകൂടി അധികാരമുള്ള സ്ഥാനങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് മെയിൽ ഷവനിസം അഴിഞ്ഞാടുകയാണ്. എങ്ങനെ ജനറൽ പാരിറ്റി വരുന്നതാണ്? ഒന്നാമത് വിമൻ എംപവർമെൻറ്റ് സംഭവിക്കണം. 2, ഇക്കണോമിക് പാർട്ടിസിപ്പേഷൻ വളരെ പ്രധാനമാണ്. സ്ത്രീകളുടെ സാമ്പത്തിക പങ്കാളിത്തം വളരെ പ്രധാനമാണ്. തൊഴിലുറപ്പ് പോലുള്ള പദ്ധതികളിലൊക്കെ സ്ത്രീകൾക്ക് തൊഴിൽ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് നല്ല കാര്യമാണ്. തീരെ താഴെത്തട്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു ഉപജീവന മാർഗമെന്ന് പറയാം. പക്ഷേ
നല്ല ഉദ്യോഗങ്ങളിൽ, ഉയർന്ന ഉദ്യോഗങ്ങളിൽ, അധികാരമുള്ള സ്ഥാനങ്ങളിൽ വിമൻ പാർട്ടിസിപ്പേഷൻ്റെ സ്ഥിതി വളരെ മോശമാണ്. അതൊക്കെ കൂടെ എടുക്കാവുന്ന ടീച്ചിങ് ആണ്. ടീച്ചേഴ്സ് ഒരുപക്ഷെ ബഹുഭൂരിപക്ഷവും സ്ത്രീകളാകാം. ഗവൺമെൻറ് ഓഫീസുകളിലൊക്കെ ക്ലറിക്കൽ പോസ്റ്റിലൊക്കെ ഇരിക്കുന്നവരുണ്ട്. അത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഉന്നത സ്ഥാനങ്ങളിലേക്ക് വരുമ്പോഴോ അതൊന്നും കാണുന്നില്ല. ബിസിനസ് രംഗത്തെ സ്ഥിതി എന്താണ്? വളരെ കുറച്ച് പേരേ ഉള്ളൂ. സ്റ്റാർട്ടപ്പിലൊക്കെ വരുന്നത് വളരെ കുറച്ച് സ്ത്രീകളേ ഉള്ളൂ. സാമ്പത്തികമായിട്ടുള്ള ഒരു പങ്കാളിത്തം അവർക്കുണ്ടാകണം സാമ്പത്തിക കാര്യങ്ങളിൽ. അത് ഗവൺമെൻറ് ജോലിയുടെ കാര്യത്തിൽ മാത്രമല്ല, ന്യൂ സ്റ്റാർട്ട്സപ്പ് വരുമ്പോഴേ സ്ത്രീകൾ മുന്നിൽ വരണം. അതാണ് പല രാജ്യങ്ങളിലും അവർക്ക് പാരിറ്റി കിട്ടാനുള്ള ഒരു പ്രധാന സംഗതി. ഇക്കണോമിക് പാർട്ടിസിപ്പേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മൂന്നാമത്, റിമൂവൽ ഓഫ് സോഷ്യൽ ടാബൂസ്. സാമൂഹ്യമായ വിലക്കുകൾ ധാരാളം രാജ്യത്തുണ്ട്. സ്ത്രീകൾ ഇന്ന ഒന്നും ചെയ്യാൻ പാടില്ല, ചില ഒന്നും ചെയ്യാൻ പാടില്ല. വസ്ത്രധാരണത്തിൽ പോലും വിലക്കുകളുണ്ട്. ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ പോലും വിലക്കുണ്ട്. അവർ സമൂഹത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പെരുമാറുന്ന കാര്യത്തിൽ വിലക്കുകളുണ്ട്. ഈ വിലക്കുകളൊരു തടസ്സമാണ്. സോ റിമൂവൽ ഓഫ് സോഷ്യൽ ബാരിയേഴ്സ്, സോഷ്യൽ ടാബൂസ്, അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ 2-3 കാര്യങ്ങളാണ് ഇന്ന് അടിയന്തരമായി പരിഹാര മാർഗമായി നിർദ്ദേശിക്കാനുള്ള. ഒന്ന്, പൊളിറ്റിക്കൽ എംപവർമെൻ്റ് ഉണ്ടാകണം. രാഷ്ട്രീയമായി അവർക്ക് അധികാരങ്ങൾ ലഭിക്കണം. വിമൻ എംപവർമെൻറ്റ്. 2, സാമ്പത്തികമായ പങ്കാളിത്തം ഉണ്ടാകണം. എക്കണോമിക് പാർട്ടിസിപ്പേഷൻ ഉണ്ടാകണം. 3, സോഷ്യൽ ടാബൂസ് വളരെ കുറയ്ക്കണമെന്ന് മാത്രമല്ല, ഇല്ലാതാക്കാൻ കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്ന് ചിന്തിക്കാനാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. സംശയം ഉള്ളവരെ പ്രതികരിക്കുമല്ലോ, വ്യത്യസ്ത അഭിപ്രായമുള്ളവർ പ്രതികരിക്കുമല്ലോ, അതിനെയൊക്കെ മാനിക്കാൻ ഞാനും തയ്യാറാണ്.